കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ആലോചനാ യോഗം ചേർന്നു. നഗരസഭയുടെ കീഴിലുള്ള ജീവനം കിഡ്നി പേഷ്യന്റ് വെൽഫെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ ഫണ്ട് ശേഖരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡയാലിസിസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജീവിതകാലം മുഴുവൻ അത് തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകൾക്കും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ 4 ഷിഫ്റ്റ് പ്രവർത്തിച്ചാൽ പോലും ഈ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു കുറച്ചുകൂടി നമ്മൾ വിശാലമായി ചിന്തിച്ചുകൊണ്ട് നല്ല മനസ്സുള്ള എല്ലാവരുടെയും സഹായം തേടിക്കൊണ്ട് ഒരു 3ാമത് ഒരു ഷിഫ്റ്റ് അടിയന്തരമായി തുടങ്ങാനും, അതുപോലെ നിലവിലുള്ള ഷിഫ്റ്റ് പ്രവർത്തിക്കണമെങ്കിലും ഫണ്ട് വേണം. 3ാമതൊന്ന് തുടങ്ങണമെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. പറ്റുമെങ്കിൽ 4 ഷിഫ്റ്റ് തന്നെ പ്രവർത്തിപ്പിക്കാൻ. അതുപോലെ ഇപ്പോൾ 10 മെഷീനുകളായിരുന്നു 2018 നമുക്ക് ഈ ഡയാലിസിസിന് വേണ്ടി ഉണ്ടായിരുന്നത്. അതിലൊന്ന് സ്റ്റാൻഡ് ബൈ ആയി വെക്കുകയും 9 എണ്ണം പ്രവർത്തിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ജില്ലാ ആശുപത്രി നൽകിയിട്ടുള്ള 2 മെഷീൻസ് കൂടി വന്നതോടുകൂടി ആകെ 12 മെഷീനുകളിൽ 11 എണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നഗരസഭാ സ്റ്റേഡിയം പവലിയിൽ നടന്ന യോഗത്തിൽ കെ അജിത അധ്യക്ഷയായി. ഡോക്ടർ അനിൽകുമാർ, ഡോക്ടർ കെ വി അലി, കെ ഷമീർ, കെ വി രജീഷ്, എം വി ശ്രീജ, കെ ആർ അജി, കെ ധനഞ്ജയൻ, എം സുകുമാരൻ, എൻ കെ ശ്രീനിവാസൻ, ഡോക്ടർ എ ജോസഫ്, അബ്ദുൾ സത്താർ, പി സി പോക്കുഹാജി, CPO മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. മൂര്യാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് CP അബ്ദുള്ള 50,000 രൂപയുടെ ചെക്ക് നഗരസഭാ ചെയർമാന് കൈമാറി. നഗരസഭയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വ്യാപാര, വ്യവസായ, വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 400-ൽ പരം പേരാണ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് അപേക്ഷ നൽകി കാത്തുനിൽക്കുന്നത്. 3ാമത് ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന് ഭാരിച്ച സാമ്പത്തിക ചിലവ് വരും. ഇതിനായാണ് ജനകീയ ഫണ്ട് സമാഹരണം നടത്തുന്നത്. സമ്മാന കൂപ്പൺ മുഖേനയും വ്യക്തികളെ സമീപിച്ചും മത്സര പരിപാടികൾ സംഘടിപ്പിച്ചും ഫണ്ട് സമാഹരിക്കാനാണ് തീരുമാനം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.